ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്ന് നമുക്ക് കണ്ണനും പഴക്കച്ചവടക്കാരിയുമായുള്ള ഹൃദയസ്പർശിയായ ഒരു കഥ കേട്ടാലോ? ഒരു ദിവസം കണ്ണൻ ബലരാമനും മറ്റു കൂട്ടുകാരുമൊത്ത് കളിച്ച് രസിച്ച് നടക്കുമ്പോൾ അതിലൂടെ ഒരു കൊട്ട നിറച്ചും പഴങ്ങളുമായി ഒരു പഴക്കച്ചവടക്കാരി പോകുന്നത് കണ്ണന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പഴങ്ങൾ കണ്ട് കൊതി തോന്നിയ കണ്ണൻ ഓടിച്ചെന്ന് പഴക്കച്ചവടക്കാരിയോട് ചോദിച്ചു, എനിക്കും കുറച്ച് പഴങ്ങൾ തരാമോ? ഇത് കേട്ടതും പഴക്കച്ചവടക്കാരി കണ്ണനോട് പറഞ്ഞു, തരാലോ കണ്ണ, എന്നാൽ അതിനു പകരമായി നീ എനിക്ക് എന്ത് തരും? ഇത് കേട്ടതും കണ്ണൻ പഴക്കച്ചവടക്കാരിക്ക് പഴങ്ങൾക്ക് പകരമായി എന്ത് നൽകുമെന്ന ചിന്തയിൽ തിരിച്ച് വീടിനകത്തേക്ക് ഓടിപ്പോയി. ഓടുന്ന വഴിയെ അകത്ത് ഒരു മൂലയിൽ ഒരു ചാക്ക് നിറച്ചും ധാന്യങ്ങൾ ഇരിക്കുന്നത് കണ്ണന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കണ്ണൻ എന്ത് ചെയ്തെന്നറിയാമോ? ആരും കാണാതെ 2 കുഞ്ഞു കൈക്കൊമ്പിൽ നിറച്ചും ധാന്യങ്ങൾ വാരിയെടുത്ത് പഴക്കച്ചവടക്കാരിക്ക് കൊടുക്കാനായി ഓടി. എന്നാൽ ഓടുന്ന വഴിയെ ഈ ധാന്യങ്ങൾ ഓരോന്നും മുതിർന്നു വീഴുന്നത് കണ്ണന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പഴക്കച്ചവടക്കാരിയുടെ അടുത്തെത്തിയതും കണ്ണൻ പറഞ്ഞു, ഇതായി ധാന്യങ്ങൾ മുഴുവൻ എടുത്തോളൂ, അതിനു പകരമായി ആ പഴങ്ങൾ തന്നാട്ടെ. എന്നാൽ കണ്ണന്റെ കയ്യിൽ ധാന്യങ്ങൾ ഒന്നും കാണാതായ പഴക്കച്ചവടക്കാരി ചോദിച്ചു, നിന്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലല്ലോ കണ്ണ. അപ്പോഴാണ് കണ്ണൻ തന്റെ കയ്യിലുള്ള ധാന്യങ്ങളെല്ലാം പോയത് ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ണന്റെ സങ്കടം കണ്ട പഴക്കച്ചവടക്കാരി പറഞ്ഞു, സാരമില്ല, നീ വിഷമിക്കേണ്ട, എനിക്ക് നീ പകരമായി ഒന്നും തന്നെ തരേണ്ടയില്ല, ഈ പഴങ്ങൾ മുഴുവൻ നീ എടുത്തോളൂ. കണ്ണൻ സന്തോഷത്തോടെ 2 കൈയും നിറച്ച് പഴങ്ങൾ പഴക്കച്ചവടക്കാരിയുടെ അടുത്തു നിന്നും വാങ്ങിച്ചു. തിരിച്ചു ഗോകുലത്തിലേക്ക് ഓടിപ്പോയി. കണ്ണന്റെ സന്തോഷം കണ്ട് മനസ്സ് നിറഞ്ഞ പഴക്കച്ചവടക്കാരി ഒഴിഞ്ഞ കൊട്ടയുമായി തിരിച്ചു ഗൃഹത്തിലേക്ക് മടങ്ങി. എന്നാൽ തന്റെ ഗൃഹത്തിലെത്തിയ പഴക്കച്ചവടക്കാരിയുടെ അത്ഭുതം എന്നോണം ആ കുട്ട നിറച്ചും സ്വർണങ്ങളും അമൂല്യമായ രത്നങ്ങളും നിറഞ്ഞിരിക്കുന്നു. ഇത് കണ്ണന്റെ ലീലയാണെന്ന് മനസ്സിലാക്കിയ പഴക്കച്ചവടക്കാരിയുടെ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു വീണു. നിസ്വാർത്ഥമായ സ്നേഹം ഒന്ന് മാത്രം മതി കണ്ണന് തന്റെ ഭക്തരിൽ നിന്നും. കണ്ണൻ ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. നിസ്വാർത്ഥമായ സ്നേഹത്തോടെ എന്ത് നൽകിയാലും കണ്ണൻ അതിന് 10 മടങ്ങ് ഇരട്ടിയായി തന്റെ ഭക്തർക്ക് സമ്മാനിക്കുമെന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് കണ്ണന്റെയും ഈ പഴക്കച്ചവടക്കാരിയുടെയും കഥ.